നീ ദൈവത്താൽ കോപിക്കപ്പെട്ടവനാകുന്നു, അതിന് നീ കാരണമാകുന്നു, നീ കാരണക്കാരനായിത്തീരുന്നു. അത് നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തക്കേട് കൊണ്ടാണ്. ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തക്കേടിലൂടെ നീ ജീവിച്ചാൽ നീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടിലാണ് നീ താമസിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ പൊരുത്തം കിട്ടുക, ഉമ്മയുടെ പൊരുത്തം കിട്ടുക വളരെ ഇസ്ലാമിൽ സ്ഥാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എടുത്തു വളർത്തുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വഴിയോരങ്ങളിൽ തെണ്ടിത്തിരിയുമ്പോൾ അവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ എല്ലാം ഒരു മകൻ്റെ അല്ലെങ്കിൽ ഒരു മകളുടെ സ്ഥാനത്ത് ആക്കിക്കൊണ്ടൊരു പിതാവ് ഇവിടെ വളരുമ്പോൾ തീർച്ചയായും ആ പിതാവിനെ മക്കളുടെ പൊരുത്തം അവിടെ നേടുകയാണ്. അതിനു പുറമെ ആ പിതാവ് അവരെ പൊരുത്തപ്പെടുകയും ആണ്. ഇവിടെ മറ്റൊരു വിഷയം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ അന്തേവാസികളായിട്ട് വളരുന്ന ധാരാളം സാധുക്കളായ ആളുകളുണ്ടല്ലോ. അവരെ പ്രസവിച്ച ഒരു അമ്മയുണ്ടാകും, അച്ഛനുണ്ടാകും, ഉമ്മയുണ്ടാകും, ബാപ്പയുണ്ടാകും. ആ ഉമ്മയും ബാപ്പയും ഒരു കുടുംബം അവർക്കുണ്ടാകും തീർച്ചയാണ്. ആ കുടുംബം ചിലപ്പോൾ അവർ അറിയുന്നവരായിരിക്കാം, അറിയാത്തവരായിരിക്കാം, ഇപ്പോൾ നിലവിൽ അത് ശ്രദ്ധിക്കുന്നവരായിരിക്കാം, ഓർമ്മയുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. ഏതായാലും ആ യഥാർത്ഥ അച്ഛൻ്റെയും അമ്മയുടെയും മടിത്തട്ടിൽ വളരാനുള്ളവരാണ് മക്കൾ എന്നുള്ളത്. ആ അമ്മയുടെയും അച്ഛൻ്റെയും മടിത്തട്ടിൽ വളരാതെ അവർ തെരുവോരങ്ങളിലായി ഒരു നിമിഷം അവർ ആരുടെയോ കീഴിൽ എവിടെയൊക്കെയോ പെട്ട്, ചിലപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലുള്ളവർ ഇവിടെ വന്നുപെട്ട് ഇവിടെ അച്ഛനാര് അമ്മയാരെന്നറിയാതെ കഴിഞ്ഞു വളരുകയാണ്. അവരുടെ അരികിലാണ് ഒരു അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ നിന്ന് ഇവിടെ പൊരുതുന്നത്. തീർച്ചയായും ആ പല സന്ദർഭങ്ങളിലും എനിക്കറിയാൻ കഴിഞ്ഞത്, ഇവിടെ വളരുന്നവർ ചിലപ്പോൾ അവരെ അന്വേഷിച്ചവരുടെ കുടുംബക്കാർ വരുമ്പോൾ അവരെ വളരെ ഭംഗിയാക്കി സന്തോഷത്തോടുകൂടി പറഞ്ഞു വിടാറുണ്ട് എന്ന്. ആദരവായ ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആരോരുമില്ലാതെ വളർന്നിരുന്ന പലർക്കും താങ്ങും തണലുമായി പ്രവാചകൻ വളരുന്നതിൻ്റെ പ്രവാചകൻ നിൽക്കുന്ന സമയത്താണ് സെയ്ദ് ബിൻ ഹാരിത്ത് റളിയല്ലാഹു അൻഹു എന്ന ഒരു കുട്ടി മദീനത്ത് വരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ ഏറ്റെടുക്കുന്നതും. പിന്നീട് ആ കുട്ടിയുടെ കുടുംബം മദീനത്ത് ഈ സെയ്ദ് ഉണ്ട് എന്ന് അറിഞ്ഞ് വന്നപ്പോൾ